എല്ലാവർക്കും ചങ്കാണ് കൃഷിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ബെന്തിത്തൈയൊക്കെ തടമൊക്കെ കോരി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഇതിന് വളം ചെയ്യാനായിട്ട് സ്പേസ് ഇല്ല, നമുക്ക് നടക്കാൻ പോലും അപ്പോൾ സ്പേസ് ഉണ്ടാകത്തില്ല, ഇത് വീതി കൂട്ടിയെന്ന് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ മത്സ്യകൃഷി ചെയ്തിരുന്നു. അപ്പോൾ അത് മത്സ്യകൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാ ഇതും മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷീറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ മുറിച്ച് കഷ്ണങ്ങളാക്കിയാണ് ഇതേപോലെ ഓടുമായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ വെള്ളവും വളമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ പിന്നെ നമുക്ക് അടുത്തതും കൃഷി ചെയ്യാൻ പറ്റും. കാരണം ഇത് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഈ വളം ഇത് ഇത്ര ഈ മൂന്ന് ഇത് മാത്രമേ നമുക്ക് ഷീറ്റ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആക്രിക്കടയെ വരെ ചെന്ന് ചോദിച്ചു ഇതിൻ്റെ ബാക്കി ഉണ്ടോ എന്ന്. പക്ഷെ അതിന് പൈസ കൂടുതലാണ്, അത് കാരണം നമ്മൾ ഇത് വിട്ടു. പിന്നെ നമ്മൾ ആലോചിച്ചു ചിലവില്ലാണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഐഡിയയിൽ കിട്ടിയൊരു കുഞ്ഞു ബുദ്ധിയാണ് ഞങ്ങളിവിടെ കാണിക്കാൻ പോണത്. മൾച്ചറിങ് ഷീറ്റ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതേപോലെ ഈ സൈഡിൽ ഇപ്പോൾ ഇങ്ങനെ കുറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് ആദ്യമേ അറ്റം വരെ കുറ്റിയൊക്കെ കൊടുക്കാം. ഇത് ഭയങ്കര കനമുള്ള ചുറ്റിയാണ്, 1 കിലോത്തോളം ഉണ്ട്. പക്ഷെ ഇത് നമ്മുടെ കാലിലൊക്കെ വേണം തീർന്ന്, നമ്മുടെ കാലൊക്കെ ചതഞ്ഞു പോകും, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് ഇതിന്. ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് ഇതേപോലെ ഈ മൾച്ചറിങ് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പൊക്കത്തൂടെ നമ്മുടെ ഈ കുറ്റി അടിച്ച് വെച്ചിരിക്കണ അതിൻ്റെ പൊക്കത്തൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ കെട്ടിക്കൊടുക്കണം. കയർ വെച്ച് കൊടുക്കാം. ബാ ആണ് നമ്മൾ കെട്ടേണ്ടത്. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു മൾച്ചറിങ് ഷീറ്റ് നമ്മൾ കെട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു മണ്ണിലേക്ക് ഒന്ന് കുഴിച്ചൊന്ന് താത്തി ഇങ്ങനെ മണ്ണിട്ടൊന്ന് നല്ല രീതിയിൽ വെക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇത് കാറ്റത്തൊക്കെ പറന്നു പോകാൻ. വേനൽക്കാലം വരുമ്പോൾ ഇത് മണ്ണൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഡ്രൈ ആകുമല്ലോ. അപ്പോൾ പിന്നെ ഇത് മണ്ണെല്ലാം പോയി കഴിയുമ്പോൾ അത് മാത്രമല്ല ഇത് പെട്ടെന്ന് വലിയുകയും ചെയ്യും, ചൂട് കൊണ്ട് പെട്ടെന്ന് വലിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് 1 മീറ്റർ വീതിയാണ് ഇതിനുള്ളത്. അത് 2ആയിട്ട് മുറിച്ചാണ്, നമ്മുടെ തടത്തിൻ്റെ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം. ഞങ്ങളൊരു കുഞ്ഞു ബുദ്ധിയാണ്. ഇത് മൾച്ചറിങ് ഷീറ്റ് കമ്പനിക്കാരൻ പോലെ ഇങ്ങനെ ആലോചിച്ചാലല്ലേ ഇതിനെക്കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ മണ്ണ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വേണം കേട്ടോ മൂടാനായിട്ട്. ഞാനപ്പോൾ പുറകെ ഇത് ചവിട്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. നമ്മൾക്ക് നല്ല സൂപ്പർ മഴക്കാറുണ്ട്. ഇത് നോക്കിയ മാനത്തേക്കങ്ങ് നോക്കി. നിങ്ങൾക്ക് അവിടെ മഴയൊക്കെ ഉണ്ടോ? അതിന് മുമ്പ് തന്നെ വേഗം വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ആദ്യമേ വേഗം ഇത് അങ്ങോട്ട് ചെയ്യാം. ഇതാ കൂട്ടുകാരെ, നല്ല കിളികളുടെ നാദങ്ങൾ കേൾക്കാവേ. കൂട്ടുകാരെ, നമ്മൾ ഇത്രയും ചെയ്തു നോക്കിയേ. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഇതാ നമ്മൾ ആസ്പെറ്റോ ഷീറ്റ് വെച്ച് ചെയ്താണ് ഇല്ലേ അപ്പുറത്ത് കാണുന്നത്. കൂട്ടുകാരെ, ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബൈ ബൈ.